നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനും പി അൻവർ എം.എൽ.എയും നേർക്കുനേർ പോർവിളിയുമായി രംഗത്തെത്തുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി കണക്കിന് അൻവറിനെ വിമർശിച്ചപ്പോൾ തിരിച്ചും അൻവർ മുഖ്യമന്ത്രിയെ കടുത്ത രീതിയിൽ വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ വിമർശനത്തോട് കടുത്ത ഭാഷയിലാണ് നിലമ്പൂരിലെ ഇടത് എം.എൽ.എ അൻവർ പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി നിലപാട് പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ശശിയുടെ പ്രവർത്തനം മാതൃകാപരമല്ല. സ്വർണം പൊട്ടിക്കലിൽ ശശിക്ക് പങ്കുണ്ടോ എന്ന സംശയമുണ്ട്. മനോവീര്യം തകർന്നത് പോലീസിലെ കള്ളന്മാരുടേതാണ്. തൻ്റെ വീട്ടിലെ കാര്യത്തിനല്ല മുഖ്യമന്ത്രിയെ കണ്ടത് എന്നും അൻവർ തുറന്നടിച്ചു. EMSഉം മുൻപ് കോൺഗ്രസ് ആയിരുന്നു എന്ന് തുടങ്ങി മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് അക്കമിട്ട് അൻവർ വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ഫോൺ ചോർത്തൽ പുറത്തുവിട്ടത് ചെറ്റത്തരമെന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് അൻവർ പറഞ്ഞു. എന്നാൽ അത് ജനനന്മ ലക്ഷ്യമിട്ട് ചെയ്തതാണ്. പോലീസിലെ മനോവീര്യം തകരുന്നവർ 4-5% വരുന്ന ക്രിമിനലുകൾക്കാണ്. മുഖ്യമന്ത്രിയുടെ തെറ്റിദ്ധാരണ മാറുമ്പോൾ നിലപാട് മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് ശശി പങ്കുപറ്റുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും അതുകൊണ്ടാണോ മുഖ്യമന്ത്രിയെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നും അൻവർ പറഞ്ഞു. താൻ ആരോപണം ഉന്നയിച്ചത് പോലീസിലെ വളരെ കുറച്ച് ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. പോലീസിൽ നല്ല ഉദ്യോഗസ്ഥരാണ് ഭൂരിഭാഗവും. 10ാം ക്ലാസ് പാസ്സാകാത്ത, എഴുതാനറിയാത്ത പോലീസുകാരും കേരളത്തിലില്ല. മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ച പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെയാണ് തന്റെ പോരാട്ടമെന്നും അൻവർ തുറന്നടിച്ചു. അത് തുടരും. തന്റെ ആരോപണത്തിൽ പോലീസിലെ ക്രിമിനലുകളുടെ മനോവീര്യമാണ് തകർന്നത് എന്നും മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്നും അൻവർ പറഞ്ഞു.